ചിത്രസേനൻ തൻ്റെ പഴയ സുഹൃത്തിനോട് നല്ല രീതിയിലാണ് പെരുമാറിയത്. അവനെ ഇത്ര കാലവും ഓർമ്മിക്കാത്തതിൽ ക്ഷമാപണം നടത്തി. വിജയൻ എല്ലാ കാര്യവും ചിത്രസേനനോട് വിവരിച്ചു. ഉടനെ തന്നെ അവർ രണ്ടുപേരും കുതിരപ്പുറത്ത് വനത്തിൽ കണ്ട ഗുഹയ്ക്കടുത്തേക്ക് കുതിച്ചു. അവിടെ പഴയപടി രാജകുമാരിയെയും അവളുടെ മടിയിൽ തലവെച്ചുറങ്ങുന്ന താപസനെയും കാണാൻ കഴിഞ്ഞു. രാജാവാണെന്നും അവളെ രക്ഷിക്കാൻ ഒരുങ്ങിയാണ് വന്നതെന്നും ചിത്രസേനൻ പതിഞ്ഞ ശബ്ദത്തിൽ രാജകുമാരിയോട് പറഞ്ഞു. അവൾ അത് വളരെ ആശ്വാസത്തോടു കൂടിയാണ് കേട്ടത്. പക്ഷെ അവൾക്ക് എഴുന്നേൽക്കാൻ നിവൃത്തിയില്ലായിരുന്നു. താപസൻ്റെ തല തൻ്റെ മടിയിലാണല്ലോ. അതെടുത്ത് നിലത്ത് വെച്ചാൽ അയാൾ ഉണരും, ഉണർന്നാൽ എല്ലാം തകരും. അപ്പോൾ ചിത്രസേനൻ ഒരു ഉപായം പറഞ്ഞു. സാവധാനം താപസൻ്റെ ഉറങ്ങുന്ന തല വിജയൻ്റെ മടിയിൽ വയ്ക്കുക. അങ്ങനെ രാജകുമാരി സ്വതന്ത്രയാകും. രാജകുമാരിയെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ താൻ വന്ന് താപസനോട് എതിരിടാം. അങ്ങനെ വിജയനെ സ്വതന്ത്രനാക്കാം. അങ്ങനെ വിജയൻ താപസൻ്റെ തലയെടുത്ത് സ്വന്തം മടിയിൽ വെച്ചു. രാജകുമാരി സ്വതന്ത്രയായി. രാജകുമാരി ക്ഷണത്തിൽ തന്നെ ചിത്രസേനൻ്റെ സമീപത്തേക്ക് ഓടി. രണ്ടുപേരും കുതിരപ്പുറത്ത് കയറി അതിവേഗം സ്ഥലം വിട്ടു. രാജകുമാരിയെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു താൻ മടങ്ങി വരുമെന്നും തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുമെന്നും പ്രതീക്ഷിച്ച് വിജയൻ ആ ഗുഹയിലെ ഇരുട്ടിലിരുന്നു. പക്ഷേ ചിത്രസേനൻ മടങ്ങി വന്നില്ല. അയാൾ കൂട്ടുകാരനെ മറന്നു. രാജകുമാരിയെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. പാവം വിജയൻ. ഉണർന്നു കഴിഞ്ഞാൽ താപസൻ്റെ രൗദ്രഭാവം എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഭയന്ന് ഇളകാനാകാതെ ഇരുന്നു. അവൻ വിഷമത്തോടെ ഓർത്തു, തൻ്റെ സുഹൃത്ത് തന്നെ വീണ്ടും വഞ്ചിച്ചിരിക്കുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ താപസൻ കണ്ണു തുറന്നു. യുവതിയുടെ സ്ഥാനത്ത് പേടിച്ചു വിറച്ചിരിക്കുന്ന വിജയനെയാണ് അയാൾ കണ്ടത്. കോപം അയാളുടെ മുഖത്ത് പ്രക്ഷോഭിക്കുന്നത് വിജയൻ കണ്ടു. അവൻ ഭയന്നു. എന്താണ് സംഭവിച്ചത്? ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീ എവിടെ? നീ എങ്ങനെ ഇവിടെ വന്നു? താപസൻ ചോദിച്ചു. കേട്ടപ്പോൾ വിജയൻ കിടുകിടെ വിറയ്ക്കാൻ തുടങ്ങി. നടന്ന സംഭവങ്ങൾ അയാൾ താപസനോട് വിക്കി വിക്കി പറഞ്ഞു. താപസൻ അല്പനേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ഉൾക്കണ്ണിലൂടെ അയാൾ എല്ലാം കണ്ടു. രാജാവിനെ കണ്ടപ്പോൾ ആ സ്ത്രീ തന്നെ വിട്ട് ഓടിപ്പോയിരിക്കുന്നു. ഏതു പരിതസ്ഥിതിയിലും എൻ്റെ കൂടെ ഉണ്ടാവേണ്ട എൻ്റെ ഭാര്യയാണവൾ. അവൾ തന്നെ വഞ്ചിച്ചിരിക്കുന്നു. രാജാവാകട്ടെ അയാളുടെ ചങ്ങാതിയായ നിന്നെയും വഞ്ചിച്ചിരിക്കുന്നു. മനുഷ്യബന്ധങ്ങളെല്ലാം ഇങ്ങനെയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാനാണ് മനുഷ്യർ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും. സ്വാർത്ഥത എവിടെയുണ്ടോ അവിടെ സ്നേഹമുണ്ടാവില്ല. യഥാർത്ഥ സ്നേഹത്തിൻ്റെ പരിസരത്തൊന്നും സ്വാർത്ഥത വരികയുമില്ല. യഥാർത്ഥ സ്നേഹം മാത്രമേ മനുഷ്യനെ സന്തോഷത്തിൻ്റെ പരിതലത്തിലേക്ക് ഉയർത്തുകയുള്ളൂ. യഥാർത്ഥ സ്നേഹം ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യരെല്ലാം ദുഃഖിതരായിരിക്കുന്നത്. ആ താപസൻ തന്നെപ്പോലെ വഞ്ചിക്കപ്പെട്ട വിജയൻ്റെ അറിവിലേക്കായി പറയുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം ഒരു കഥ പറയാൻ ആരംഭിച്ചു. സോമശേഖരം എന്ന നാട്ടിലെ രാജാവായിരുന്ന സോമവർമ്മൻ്റെ മകനായ രണഭദ്രനും അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ മകനായ ഗുണഭദ്രനും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. അവർ ചെറുപ്പം മുതലേ ഒന്നിച്ച് വളർന്നവരാണ്. ഗുരുകുല വിദ്യയും ആയുധാഭ്യാസവും ഒരുമിച്ചാണ് അവർ അഭ്യസിച്ചത്. അങ്ങനെ അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളായി മാറി. അവരുടെ വിവാഹവും ഒരുമിച്ചാണ് നടന്നത്. അടുത്ത രാജ്യത്തെ രാജകുമാരിയായ കാഞ്ചനമാലയെ രണഭദ്രനും കോസലദേശത്തെ മന്ത്രിപുത്രിയായ കമലയെ ഗുണഭദ്രനും വിവാഹം ചെയ്തു. കുറേ ദിവസങ്ങൾ ഭാര്യമാരോടൊത്ത് അവരുടെ ഗൃഹങ്ങളിൽ കഴിഞ്ഞതിനു ശേഷം അവർ സ്വരാജ്യത്തേക്ക് തിരിച്ചു. സ്വന്തം രാജ്യം ശത്രുക്കളുടെ ആക്രമണ ഭീഷണിയിലായതിനാൽ ഭാര്യമാരെ ഉടനെ കൂടെ കൊണ്ടുവന്നിരുന്നില്ല. മാസങ്ങൾക്ക് ശേഷം യുദ്ധഭീഷണിയെല്ലാം അവസാനിച്ചപ്പോൾ അവർ ഭാര്യമാരെ സ്വന്തം ഗൃഹങ്ങളിലേക്ക് കൊണ്ടുവരാനായി പുറപ്പെട്ടു. ഗ്രാമവഴികളിലൂടെ കാൽനടയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയരികിലുള്ള മരത്തിൽ നിന്നും ഒരു കിളി സംസാരിക്കുന്നത് പിറകിൽ നടന്നുകൊണ്ടിരുന്ന മന്ത്രിപുത്രനായ ഗുണഭദ്രന് മനസ്സിലായി. അദ്ദേഹത്തിന് കിളികളുടെ ഭാഷ അറിയാമായിരുന്നു. കിളി പറഞ്ഞു, മുൻപേ പോകുന്നവൻ്റെ ആയുസ് തീരാറായി. ഇത് കേട്ട് മന്ത്രികുമാരൻ അമ്പരന്നുപോയി. അടുത്ത രാജാവാകേണ്ടവനാണ് തൻ്റെ സുഹൃത്ത്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് തനിക്കാവട്ടെ, തൻ്റെ സുഹൃത്തിന് ഒന്നും ആവരുത് എന്നുള്ള ആഗ്രഹത്തോടെ ഗുണഭദ്രൻ മുന്നിൽ കയറി നടക്കാൻ ആരംഭിച്ചു. ഇതുകണ്ട് കിളി വീണ്ടും പറഞ്ഞു, ആ പിന്നിൽ പോകുന്നവൻ്റെ ആയുസ് തീരാറായി. ഗുണഭദ്രൻ ഇത് കേട്ട് ദുഃഖിതനായി. രണഭദ്രൻ ചോദിച്ചു, എന്തുപറ്റി? നിൻ്റെ മുഖം വാടിയിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല. കിളികൾ പറഞ്ഞ കാര്യം കൂട്ടുകാരനിൽ നിന്നും മറച്ചു വച്ചു. അവൻ മനസ്സിൽ പറഞ്ഞു, എന്തു വന്നാലും ഞാൻ എൻ്റെ കൂട്ടുകാരനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല.
അതിനുശേഷം അവൻ അതീവ ശ്രദ്ധാലു ആകുകയും ഓരോ കാര്യത്തിലും സംശയദൃഷ്ടിയോടെ സമീപിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ബന്ധുരാജ്യത്ത് എത്തിച്ചേർന്നപ്പോൾ അവരെ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകുന്നതിനായി 2 പല്ലക്കുകൾ വന്നിരുന്നു. അതിൽ രാജകുമാരന് കയറിയിരിക്കേണ്ട പല്ലക്കിൽ എന്തെങ്കിലും ചതി ഉണ്ടാകുമോ എന്നുള്ള സംശയത്തോടെ മന്ത്രികുമാരൻ കയറിയിരുന്നു. കൊട്ടാരത്തിൽ ഭക്ഷണം വിളമ്പിയപ്പോഴും രാജകുമാരന് വിളമ്പിയ പാത്രത്തിലെ ഭക്ഷണം മന്ത്രികുമാരൻ ഭക്ഷിക്കാൻ ആരംഭിച്ചു. 2 പേരും പരസ്പരം ചങ്ങാതിമാരായിരുന്നതിനാൽ എല്ലാവരും അത് ഒരു കുസൃതിത്തരമായിട്ടാണ് എടുത്തത്. ഭോജനത്തിനു ശേഷം രാജകുമാരൻ പള്ളിയറയിൽ ഉറങ്ങാൻ പോയി. മന്ത്രികുമാരൻ അതിനു മുൻപ് തന്നെ അവരുടെ പള്ളിയറയിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രാജകുമാരൻ എവിടെ വേണമെങ്കിലും അപകടം സംഭവിക്കാമല്ലോ. അല്പസമയത്തിനകം കാഞ്ചനമാല താലത്തിൽ പഴങ്ങളുമായി വന്ന് ഭർത്താവിനെ ഉപചരിച്ചു. പിന്നെ വിളക്കണച്ചുകൊണ്ട് അവർ ഉറങ്ങാൻ കിടന്നു. തൻ്റെ കൂട്ടുകാരന് അഹിതമായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് മന്ത്രികുമാരൻ ഒളിഞ്ഞിരുന്നു. കുറേ സമയത്തിനു ശേഷം രാജകുമാരൻ നിദ്രയിലായിരുന്ന സമയത്ത് അവൾ എഴുന്നേറ്റ് ഒരു താലത്തിൽ പലഹാരങ്ങൾ എടുത്തുകൊണ്ട് ആഭരണ വിഭൂഷിതയായി പുറത്തേക്ക് ഇറങ്ങി. മന്ത്രികുമാരന് അത്ഭുതമായി. ഇവൾ ഈ രാത്രിയിൽ എങ്ങോട്ടാണ് പോകുന്നത്? അയാൾ അവളെ പിന്തുടർന്നു. അവൾ നേരെ പോയത് കൊട്ടാരത്തിനടുത്തുള്ള ഒരു മാടപ്പുരയിലേക്കാണ്. അവൾ മാടപ്പുരയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ അതിൻ്റെ വാതിൽ ഉള്ളിൽ നിന്ന് ആരോ തുറന്നു. അവൾ അകത്തേക്ക് കയറി. മന്ത്രികുമാരൻ വേഗത്തിൽ ജനൽമറകൾ പതുക്കെ നീക്കി ഉള്ളിലേക്ക് നോക്കി. കാഞ്ചനമാല കയ്യിലുണ്ടായിരുന്ന പലഹാരത്താലം അവിടെ ഉണ്ടായിരുന്ന കരുത്തനും ആചാനബാഹുവുമായ ഒരു മനുഷ്യന് നേരെ നീട്ടി. അയാൾ ചോദിക്കുന്നത് കേട്ടു, ഇന്നെന്താണ് വൈകിയത്? അവൾ പറഞ്ഞു, ഭർത്താവ് മടങ്ങി വന്നിട്ടുണ്ട്. അയാൾ ഉറങ്ങുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു. അയാൾ പറഞ്ഞു, എൻ്റെ വാൾ തരാം, നീ അവൻ്റെ ശിരച്ഛേദം ചെയ്യണം. അയാൾ ആജ്ഞാപിക്കും പോലെയാണ് പറഞ്ഞത്. അവൾ പറഞ്ഞു, ചെയ്യാം. അവൾ അയാളുടെ കയ്യിൽ നിന്നും വാൾ വാങ്ങിച്ചു. ഇത് കണ്ട് മന്ത്രികുമാരൻ ഞെട്ടി. എന്തെങ്കിലും ആലോചിക്കുന്നതിന് മുമ്പ് അയാൾ കണ്ടു അവൾ മാടപ്പുരയിൽ നിന്നും പുറത്തേക്കിറങ്ങി വാളുമായി നേരെ കൊട്ടാരത്തിലേക്ക് വേഗത്തിൽ നടന്നു പോകുന്നു. ആ രാത്രിയിൽ എന്തു ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴേക്കും അവൾ കൊട്ടാരത്തിനടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അയാൾ പാഞ്ഞു ചെന്നു. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. മന്ത്രികുമാരൻ ഉടനെ വന്ന് അവളുടെ കയ്യിൽ നിന്നും വാൾ വാങ്ങുന്നതിനിടെ ക്രോധത്തോടെ ചോദിച്ചു, ദുഷ്ടേ, നീ എന്തിനാണ് ഇത് ചെയ്തത്? പക്ഷേ രാജകുമാരി ഉറക്കെ കരഞ്ഞ് ആളെ കൂട്ടുകയാണ് ചെയ്തത്. ഭടന്മാർ ഓടിയെത്തിയപ്പോൾ കണ്ടത് ചോര പുരണ്ട വാൾ പിടിച്ചു നിൽക്കുന്ന മന്ത്രികുമാരനെയും ഭയന്ന് കരഞ്ഞു നിൽക്കുന്ന രാജകുമാരിയെയുമാണ്. അവർ ഉടനെ തന്നെ മന്ത്രികുമാരനെ പിടികൂടി. മന്ത്രികുമാരൻ തടവിലാക്കപ്പെടുകയും അയാൾക്ക് വധശിക്ഷ നൽകാൻ ഉത്തരവുണ്ടാവുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ മന്ത്രിക്ക് എന്തുകൊണ്ടോ അയാളെ സംശയിക്കാനായില്ല. അയാളുടെ മുഖം ഒരു കുറ്റവാളിയുടേതല്ല എന്ന് മനസ്സിലാക്കിയ മന്ത്രി അയാളെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ ശ്രവിക്കാൻ തയ്യാറായി. മന്ത്രികുമാരൻ എല്ലാം തുറന്നു പറഞ്ഞു. ആ രാത്രി തന്നെ മന്ത്രികുമാരനെയും കൂട്ടി മന്ത്രി ആ മാടപ്പുരയിലേക്ക് മുമ്പിലേക്ക് എത്തിച്ചേർന്നു. അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് പിറകിൽ ഒളിച്ചിരുന്നു. അല്പസമയത്തിനകം കാഞ്ചനമാല അവിടെ എത്തുകയും വാതിൽ ഉള്ളിൽ നിന്ന് തുറക്കപ്പെടുകയും ചെയ്തു. ഉള്ളിലേക്ക് കയറിയ കാഞ്ചനമാലയോട് ആ മനുഷ്യൻ ചോദിക്കുന്നത് കേട്ടു, കൊന്നോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊന്നത് ഞാനാണെങ്കിലും പിടിച്ചത് ആ മന്ത്രികുമാരനെയാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും മന്ത്രിക്ക് അടക്കാനായില്ല. അദ്ദേഹം ഉടനെ തന്നെ മാടപ്പുരയുടെ വാതിൽ തകർത്ത് അകത്തേക്ക് കയറി.